അസീസിയിലെ പ്രസിദ്ധമായ ഓഫ്രദുച്ചിയോ കുടുംബത്തിലെ ഫാവറിനോയുടെയും ഓർത്തോലാനോയുടെയും രണ്ടാമത്തെ മകളാണ് ക്ലാര. 1194 ജൂലൈ 16 അവളുടെ ജനനം. ക്ലാരയ്ക്കൊരു സഹോദരനും 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. ക്ലാരയുടെ സംരക്ഷകയും വഴികാട്ടിയും അമ്മ തന്നെയായിരുന്നു. അമ്മ അവൾക്ക് വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ദേവാലയങ്ങൾ സന്ദർശിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് അമ്മ പറഞ്ഞു കൊടുത്തിരുന്ന വിശുദ്ധരുടെ കഥ കേട്ട് ക്രമേണ അവളൊരു ഭക്തയായി മാറി. ക്ലാര തൻ്റെ മുഴുവൻ സമയവും പ്രാർത്ഥനയിൽ മുഴുകാൻ ആഗ്രഹിച്ചു. ഒഴിവു സമയങ്ങളിൽ അനിയത്തിമാർക്ക് ദൈവത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. അസീസിയിൽ യുദ്ധം നടന്നപ്പോൾ ക്ലാരയുടെ കുടുംബത്തിനും പെറൂജിയയിലേക്ക് പോകേണ്ടി വന്നു. ക്ലാരയ്ക്ക് അന്ന് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അസീസിയിൽ നിന്നുള്ള ഈ മാറ്റം അവൾക്കൊത്തിരി വിഷമം ഉണ്ടാക്കി. ക്ലാരയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ അസീസിയും പെറൂജിയയും തമ്മിൽ സമാധാന കരാറുണ്ടാക്കി. അതോടെ പലായനം ചെയ്ത പ്രഭുവംശജർ അസീസിയിലേക്ക് തിരിച്ചു വന്നു. ക്ലാര അറിയാതെ തന്നെ ആധ്യാത്മികതയിലേക്ക് വഴുതി വീണു. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെപ്പറ്റി അവളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. ആത്മീയമായ അനുദിനാഹാരം ദൈവവചനമാണെന്നാണ് ക്ലാരയുടെ വിശ്വാസം. തിരുവചനമായ ഈ ആഹാരം ഒരാളുടെ ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ആത്മാവിൻ്റെ പ്രാണവായു പ്രാർത്ഥനയാണ്. നന്മ ചെയ്യുക, തിന്മ ചെയ്യാതിരിക്കുക എന്നതാണ് ആത്മീയ വ്യായാമത്തിൻ്റെ അടിസ്ഥാനം. പക്വത വന്ന ഒരു അധ്യാപികയെ പോലെ അവൾ എല്ലാവരോടും പറയുമായിരുന്നു. ക്ലാര വളർന്നു വലുതായി. ഒരു കൊച്ചുമിടുക്കിയായിരുന്നു അവൾ. ആരെയും വേദനിപ്പിക്കുന്നത് അവൾക്കിഷ്ടമായിരുന്നില്ല. എല്ലാവരോടും സ്നേഹത്തോടെയും വിനീതമായും സംസാരിക്കുവാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ലാരയെ വലിയ ഇഷ്ടമായിരുന്നു. ക്ലാരയുടെ ഉറ്റമിത്രമായിരുന്ന പസഫിക്ക എല്ലാ കാര്യത്തിനും ക്ലാരയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ വികാരിയച്ഛൻ്റെ അനുവാദത്തോടെ അവൾ ഒരു കൊച്ചു സംഘടനയ്ക്ക് രൂപം നൽകി. ദരിദ്രരെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ കൊച്ചു സംഘടനയുടെ ലക്ഷ്യം. പള്ളിയിൽ നിന്നും അല്ലാതെയും വികാരിയച്ഛൻ അവൾക്ക് സഹായങ്ങൾ നൽകി. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അവർ ഒരുമിച്ച് കൂടി ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമായിരുന്നു. ക്ലാരയാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായവ വെള്ളം, വായു എന്നിവ പോലെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ഒന്നാണ് പ്രാർത്ഥനയും. ആത്മീയമായ ആഹാരം എന്ന് പറഞ്ഞ ദൈവവചനമാണ്. ആത്മാവിൻ്റെ പ്രാണവായു പ്രാർത്ഥനയാണ്. ഇതായിരുന്നു അവരുടെ വിശ്വാസം. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. താമസിയാതെ ഒരുപാട് പെൺകുട്ടികൾ ഈ കൊച്ചു സംഘടനയിൽ അംഗങ്ങളായിട്ട് വന്നു. ക്ലാരയുടെ സംസാരത്തിലും പ്രവൃത്തിയിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. ഇത് വിശ്വസിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്വത വന്ന ഈ പെരുമാറ്റ രീതി ക്ലാരയോട് കൂടുതൽ ബഹുമാനത്തോടെയും ആദരവോടെയും സമീപിക്കാൻ കാരണമാക്കി. ഒരു പ്രഭു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു ക്ലാര. തൻ്റെ പിതാവ് അസീസിയിലെ ധനികനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സുഖഭോഗങ്ങളും ആഡംബരങ്ങളും അനുഭവിച്ചാണ് അവൾ വളർന്നു വന്നത്. ഒരുപാട് ആഭരണങ്ങളും പട്ടുടുപ്പുകളും അവൾക്കുണ്ടായിരുന്നു. ആഡംബരങ്ങളോട് തനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അതെല്ലാം അണിഞ്ഞിരുന്നു. അവർ അവൾക്കു വേണ്ടി നല്ല വിവാഹാലോചനകൾ കൊണ്ടുവന്നു. പക്ഷേ ക്ലാരയ്ക്ക് വിവാഹ ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. യേശുവിനോടുള്ള തൻ്റെ അടുപ്പം അവൾക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ക്ലാരയും ഫ്രാൻസിസും ആത്മമിത്രങ്ങളായിരുന്നു. ഫ്രാൻസിസും ക്ലാരയും ഈ പേരുകൾ വേർതിരിക്കാനാവാത്ത വിധം ഒന്നായിപ്പോയി. ക്ലാര ഫ്രാൻസിസിൻ്റെ നിഴൽ മാത്രമായിരുന്നു. ഫ്രാൻസിസിനപ്പുറം ക്ലാരയ്ക്ക് പ്രസക്തിയില്ലായിരുന്നു. തൻ്റെ ആത്മമിത്രത്തിനുണ്ടായ മാറ്റങ്ങൾ ക്ലാരയെ അത്ഭുതപ്പെടുത്തി. ഇതുവരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇന്നൊരു സന്യാസിയായിരിക്കുന്നു. ഫ്രാൻസിസ് വിവാദ നായകനായി. നാട്ടിലെ സംസാര വിഷയം ഫ്രാൻസിസായി മാറി. ആത്മീയതയിലേക്ക് വഴുതി വീണ ക്ലാരയെ ഫ്രാൻസിസിൻ്റെ ആദർശധീരതയും ജീവിത രീതിയും ആകർഷിച്ചു. വീണ്ടും 2 വർഷം കഴിഞ്ഞു. ഫ്രാൻസിസ് ഒരു വലിയ സുവിശേഷ പ്രാസംഗികനായി. ക്ലാര അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന ഫ്രാൻസിസുമായി ക്ലാര ഇതേപ്പറ്റി സംസാരിച്ചു.
അവളുടെ ആത്മാവിൽ കത്തിനിന്ന ദൈവസ്നേഹാഗ്നിയുടെ തിളക്കം ഫ്രാൻസിസ് ശ്രദ്ധിച്ചു. ഫ്രാൻസിസിനെ പോലെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ അവൾ ആഗ്രഹിച്ചു. ക്ലാര എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത് പസഫിക്കായോടായിരുന്നു. പക്ഷേ ഈ ആഗ്രഹം അവൾ ഇതുവരെ അവളോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ വിവരം കൂട്ടുകാരിയെ അറിയിക്കാതിരിക്കാൻ വയ്യ എന്നവൾക്ക് തോന്നി. അന്ന് തന്നെ അവൾ പസഫിക്കായുടെ വീട്ടിൽ ചെന്ന് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം അവളെ അറിയിച്ചു. പസഫിക്കായോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം അവൾക്ക് അനുഭവപ്പെട്ടു. ആ രാത്രി പസഫിക്കായും അവളും ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ ഫ്രാൻസിസ് അസീസിയെ കാണാൻ തീരുമാനിച്ചു. ഫ്രാൻസിസും ക്ലാരയും ഒരുപാട് നേരം സംസാരിച്ചു. യേശുവിൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് ഫ്രാൻസിസ് ക്ലാരയോട് പറഞ്ഞുകൊടുത്തു. ഈ ലോകത്തിൻ്റെ സൗന്ദര്യം വഞ്ചനാപരമാണ്, പ്രതീക്ഷകൾ നിഷ്ഫലമാണ്. ഫ്രാൻസിസിൻ്റെ ഈ വാക്കുകൾ ക്ലാരയെ വല്ലാതെ സ്വാധീനിച്ചു. യേശുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ആഗ്രഹത്തെ ഇതിരട്ടിപ്പിച്ചു. അങ്ങനെ അവൾ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. ഒരു സ്നേഹിതൻ്റെ മൃദുലതയോടെയാണ് ഫ്രാൻസിസ് ക്ലാരയോട് സംസാരിച്ചത്. തന്നെ ഗാഢമായി സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം ക്ലാര ഫ്രാൻസിസിൽ കണ്ടു. ക്രിസ്തുവുമായുള്ള വിവാഹത്തിൻ്റെ മാധുര്യം എന്തെന്ന് ഫ്രാൻസിസ് ക്ലാരയെ ബോധ്യപ്പെടുത്തി. ക്ലാരയ്ക്ക് ഫ്രാൻസിസുമൊത്തുള്ള നിമിഷങ്ങൾ ആസ്വാദ്യമായി അനുഭവപ്പെട്ടു. അതുവരെ തിരിച്ചറിയാത്ത പുതിയ പാത അവൾ കണ്ടെത്തുകയായിരുന്നു. ഫ്രാൻസിസിന്റെ വാക്കുകൾ ജ്വലിക്കുന്ന അഗ്നിയായും അദ്ദേഹത്തിന്റെ ജീവിതശൈലി സുവിശേഷാത്മകവുമായും ക്ലാരയ്ക്ക് അനുഭവപ്പെട്ടു. ഫ്രാൻസിസിനെ പോലെ സുവിശേഷത്തിലെ ദരിദ്രനായ ക്രിസ്തുവിനെ അക്ഷരാർത്ഥത്തിൽ അനുകരിക്കാനും അനുധാവനം ചെയ്യാനും അവൾ തീരുമാനിച്ചു. ക്ലാരയുടെ ഹൃദയാഭിലാഷം മനസ്സിലാക്കാൻ ഫ്രാൻസിസിന് കഴിഞ്ഞു. 100% ഫ്രാൻസിസ് ക്ലാരയുടെ പക്ഷത്താണ്. നിസ്സംഗതയോടെ പ്രതികരിക്കുന്ന ഫ്രാൻസിസിനെ ഉറ്റുനോക്കി വികാരാവേശത്തോടെ അവൾ പറഞ്ഞു, ഗുരു, കത്തിജ്വലിക്കുന്ന ഒരു മെഴുകുതിരി പോലെ ഞാൻ ഒരുക്കുകയാണ്. കോടീശ്വരനായ പ്രഭുവിൻ്റെ മകൾക്ക് തൻ്റെ സ്വത്ത് മുഴുവൻ ഉപേക്ഷിക്കാൻ പറ്റും. പരുക്കൻ ഉടുപ്പിടാനും ബെൽറ്റിനു പകരം കയർ കെട്ടാനും സാധിക്കും. നഗ്നപാതയായി നടക്കാൻ കഴിയും. വീടുകൾ കയറി ഭിക്ഷയാചിക്കാനും കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും സാധിക്കും. ഒരക്ഷരവും ഉരിയാടാതെ അത്ഭുതത്തോടെ അദ്ദേഹം അവളെ നോക്കി നിന്നു. അന്നൊരു ഓശാന ഞായറായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി. പക്ഷെ അവൾക്ക് പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഫ്രാൻസിസിന്റെ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ. അന്ന് രാത്രി അവൾ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. കൂടുതലൊന്നും ചിന്തിച്ചില്ല. ആ രാത്രിയിൽ ക്ലാര വീട് വിട്ടിറങ്ങി. തൻ്റെ ഒപ്പം കൂട്ടുകാരി പസഫിക്കയും ഉണ്ടായിരുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകാൻ അവൾക്ക് വിഷമമുണ്ടായിരുന്നു. എങ്കിലും താനൊരു നല്ല കാര്യത്തിനാണല്ലോ പോകുന്നത് എന്നോർത്ത് അവൾ സമാധാനിച്ചു. ഫ്രാൻസിസിന്റെ അടുത്തേക്കായിരുന്നു ആ യാത്ര. അവിടെ എത്തി എത്രയും വേഗം തിരുവസ്ത്രമണിഞ്ഞ് യേശുവിൻ്റെ മണവാട്ടിയാവാൻ അവൾക്ക് തിടുക്കമായി.